നമ്മൾ ഉറങ്ങാൻ കിടന്നിട്ടും നമ്മുടെ ബ്രെയിൻ കാം ആകുന്നില്ലെങ്കിൽ അതിനൊരു കാരണം മൊബൈൽ ഫോൺ അല്ല. ആ ഫോണ് നമുക്ക് നൽകുന്ന എഫക്റ്റുകളാണ്. ഡിജിറ്റൽ ഡീടോക്സ് ഇല്ലെങ്കിൽ മെലറ്റോണിൻ കുറയും, സ്ട്രെസ് കൂടും, കോർട്ടിസോൾ കൂടും, ഡീപ്പ് സ്ലീപ്പ് ബ്ലോക്ക് ആവുകയും ചെയ്യും. 3 സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ ഡീടോക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായി നോ സ്ക്രീൻ സോൺ എന്നതാണ്. ബെഡ് ടൈം നമ്മൾ ഫിക്സ് ചെയ്തു. അതിന് 30 മിനിറ്റ് മുൻപെങ്കിലും ഫോൺ ഓഫ് ചെയ്യുക എന്നതാണ്. അത് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ബ്രെയിൻ വേവ് സ്ലോ ഡൗൺ ചെയ്തിട്ട് സ്ലീപ്പിനുള്ള ഗേറ്റ് ഓപ്പൺ ആവുന്നതാണ്. രണ്ടാമതായി ബ്ലൂ ലൈറ്റ് കട്ട് ചെയ്യുക എന്നതാണ്. ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലൂടെ പ്രവേശിക്കുന്ന സമയത്ത് 60 മുതൽ 70% വരെ മെലറ്റോണിന്റെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാം ലൈറ്റ് മാത്രം നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിൽ വാം ലൈറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിലുള്ള നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഉറങ്ങാൻ കിടന്നാലും ആ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് വീണ്ടും ഡിസ്റ്റർബ് ആവുകയും അർജന്റ് ആയിട്ടുള്ള കോളുകൾ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോള് ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷേ ഫേസ്ബുക്കിന്റെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കി വെക്കുന്നതാണ് ഡീപ്പ് സ്ലീപ്പ് ലഭിക്കാൻ കാരണമാകുന്ന ഒരു കാര്യം. നിങ്ങളുടെ ഡീപ്പ് സ്ലീപ്പ് നഷ്ടപ്പെടുത്തുന്ന നൈറ്റ് ഹാബിറ്റ് ഏതാണ്? കമന്റ് ചെയ്യൂ. താങ്ക് യു.